ഹരി ഓം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാ ത്രിപുരസുന്ദര്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ആദിശങ്കരാചാര്യകൃതമായ സൗന്ദര്യലഹരി സ്തോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് 94-ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. കളങ്ക കസ്തൂരി രജനികരബിംബം ജലമയം കലാഭി കർപ്പൂരൈർമരതകകരണ്ഡം നിബിഡിതം അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം റിക്തകുഹരം വിധിർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ഹരി ഓം. കഴിഞ്ഞ 93-ാമത്തെ ശ്ലോകത്തിൽ അല്ലയോ രാജരാജേശ്വരി, കേശങ്ങളിൽ മാത്രം വക്രതയോടും മന്ദഹാസത്തിൽ പ്രകൃത്യാവുള്ള ഋജുത്വത്തോടും ചിത്തത്തിൽ നെന്മേനി വാഗപ്പൂ പോലെ മാർദ്ദവത്തോടും സ്തനതടത്തിൽ കഠിനശില പോലെ കാഠിന്യത്തോടും മധ്യപ്രദേശത്തിൽ അത്യന്തം കാർശ്യത്തോടും സ്തനപ്രദേശത്തിലും നിതംബ പ്രദേശത്തിലും അതിസ്ഥൗല്യത്തോടും കൂടിയും ചുവന്നും ഇരിക്കുന്ന അനിർവാച്യയായ പരമശംഭുവിൻ്റെ കരുണാരൂപിണിയായ ഭഗവതി ഈ ജഗത്തിനെ രക്ഷിക്കാനായി സർവോത്കർഷേണ വർത്തിക്കുന്നു. ഇവിടെ അതിശയോക്തി അലങ്കാരം. ശ്ലോകം 94. കളങ്കഃ കസ്തൂരി രജനികരബിംബം ജലമയം കലാഭിഃ കർപ്പൂരൈഃ മരതകകരണ്ഡം നിബിഡിതം അധഃ ത്വത് ഭോഗേന പ്രതിദിനം ഇദം റിക്തകുഹരം വിധിഃ ഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. 92-ാം ശ്ലോകം. അവിടെ നിന്ന് സൗന്ദര്യലഹരി അവസാന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ശ്ലോകം മുതൽ ദേവിയുടെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. ഇവിടെ 94-ാം ശ്ലോകത്തിൽ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ കാര്യസ്ഥനായി കിങ്കരനായി ദേവിയെ സന്തോഷിപ്പിക്കുന്നു, തൻ്റെ സൃഷ്ടിപ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. ബ്രഹ്മദേവൻ ദേവിയെ സന്തോഷിപ്പിക്കാനായി ദേവിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് 1-2 ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എടുത്ത് പറയുകയാണിവിടെ. ബ്രഹ്മദേവൻ ദേവിയുടെ കിങ്കരനായിക്കൊണ്ട് ചന്ദ്രബിംബമാകുന്ന മരതകച്ചപ്പിൽ ദേവിയുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും അതുപോലെ തന്നെ ദേവിയുടെ താമ്പൂല വസ്തുക്കളും സൂക്ഷിക്കുന്നു. ആ മരതകച്ചപ്പായിട്ട് ചന്ദ്രനെ പറയുന്നു. ചന്ദ്രബിംബത്തിന് ശുക്ലപക്ഷത്തിൽ വൃദ്ധിയും കൃഷ്ണപക്ഷത്തിൽ ക്ഷയവും സംഭവിക്കുന്നു. അത് ദേവി ഉപഭോഗം ചെയ്യുമ്പോൾ കുറയുന്നു എന്നും നിറച്ചു വയ്ക്കുമ്പോൾ ആ ചന്ദ്രബിംബം പൂർണ്ണചന്ദ്രനായി വരുന്നു എന്നും ബ്രഹ്മദേവൻ കാര്യസ്ഥനായിട്ട് ദേവിയെ തൃപ്തിപ്പെടുത്താനായി കഴിയുന്നതിനനുസരിച്ച് ആ ചെപ്പ് നിറച്ചു വയ്ക്കുകയാണ് എന്നുമാണ് ഈ ശ്ലോകത്തിൽ അതിമനോഹരമായിട്ട് ആചാര്യ ഭഗവത്പാദർ വർണ്ണിച്ചിരിക്കുന്നത്. നോക്കാം. കളങ്കഃ കസ്തൂരി രജനികരബിംബം ജലമയം
കലാഭിഹി കർപ്പൂരൈഹി മരതകകരണ്ടം നിബിഡിതം അതഃ ത്വദ്ഭോഗേന പ്രതിദിനം ഇദം റിക്തകുഹരം വിധിഹി ഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ഇവിടെ അവസാന വരിയിലാണ് പറഞ്ഞിരിക്കുന്നത് വിധിഹി. വിധിഹി എന്നാൽ ബ്രഹ്മാവിൻ്റെ പര്യായമാണ്. തവ കൃതേ അമ്മയ്ക്കായിക്കൊണ്ട്, ദേവിക്കായിക്കൊണ്ട് ബ്രഹ്മദേവൻ ഭൂയോ ഭൂയോ വീണ്ടും വീണ്ടും നിബിഡയതി എന്ന് വെച്ചാൽ നിബിഡമാക്കുന്നു, പൂരിപ്പിക്കുന്നു അല്ലെങ്കിൽ നിറയ്ക്കുന്നു എന്നർത്ഥം. നൂനം ഉറപ്പായും അല്ലെങ്കിൽ നിശ്ചയമായും. എന്തിനു വേണ്ടിയാണ് നിറയ്ക്കുന്നത്? രണ്ടാമത്തെ വരിയിൽ പറയുന്നു മരതക കരണ്ടം, മരതകച്ചെപ്പ്. എന്തൊക്കെ കൊണ്ട് ബ്രഹ്മാവ് അതിനെ നിറയ്ക്കുന്നു എന്ന് പറയുകയാണ്. കളങ്കഹ കസ്തൂരി, പൊട്ടുതൊടാനുള്ള ആ വസ്തുവാണ് കസ്തൂരി. ചന്ദ്രനിൽ കാണുന്ന ആ കളങ്കം, അതായത് കറുത്ത പാട്, മാനിൻ്റെയോ മുയലിൻ്റെയോ ആകൃതിയിലുള്ള ഒരു കറുത്ത പാട് ആ ചന്ദ്രൻ എന്ന ഉപഗ്രഹത്തിൻ്റെ കുഴികളാണ് ആ കറുത്ത പാട്. എങ്കിലും ഇവിടെ പറയുന്നു കളങ്കം. ഒരു മാനിൻ്റെ ആകൃതി കാണുന്നത് സൂര്യപ്രകാശം പ്രവേശിക്കാത്തതുകൊണ്ട് കറുത്ത വർണ്ണമായിരിക്കുന്നു, കളങ്കം പോലെ കാണുന്നു. അത് ചന്ദ്രന് ഒരു അലങ്കാരമാണ്. വാസ്തവത്തിൽ ദേവിക്ക് പൊട്ടുതൊടാനുള്ള കസ്തൂരി സംഭരിച്ചു വച്ചിരിക്കുകയാണ് എന്നിവിടെ ആ കളങ്കത്തെ ഉപമിക്കുകയാണ്. മാനിൻ്റെ ആകൃതിയും ഉള്ളതുകൊണ്ട്, ആ കസ്തൂരി മാനിൻ്റെ ആകൃതിയുള്ളതുകൊണ്ട് കസ്തൂരി സംഭരിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അടുത്തത് പറയുന്നു രജനികരബിംബം ജലമയം. ആ ചന്ദ്രനാകുന്ന ആ മരതകച്ചപ്പിൽ പിന്നെന്തൊക്കെയാണ്? ജലമയം രജനികര ബിംബം. രജനികരൻ എന്നാൽ രാത്രിയെ ഉണ്ടാക്കുന്നവൻ. അതിൽ ജലം നിറച്ചു വച്ചിരിക്കുകയാണ്. അതിൽ പനിനീര് നിറച്ചു വച്ചിരിക്കുന്നു. ആവശ്യത്തിന് ദേവിക്ക് ഉപയോഗിക്കാൻ വേണ്ടി താമ്പൂലത്തിൽ ചേർക്കാനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ചേർക്കാനും ആ സുഗന്ധ പൂരിതമായ പനിനീര് നിറച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇടയ്ക്ക് വെറ്റില പുറക്കുമ്പോൾ അതിൽ ചേർക്കാനും. അതിൽ ചേർക്കുന്ന മറ്റു വസ്തുക്കൾ എന്തൊക്കെയാണ്? കലാഭികർപ്പൂരേഹി, ആ കർപ്പൂരത്തിൻ്റെ ഖണ്ഡങ്ങളെ അതിൽ താമ്പൂലത്തിൽ ചേർക്കാനുള്ള ആ കർപ്പൂര ഖണ്ഡങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ ആ കർപ്പൂരത്തിൻ്റെ ഖണ്ഡങ്ങളാണ് ഒരു ചെപ്പിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഓരോ ദിവസത്തെയും കലകൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരും. ദേവിയുടെ ആ ഉപയോഗം അനുസരിച്ച് ആ ചെപ്പിൽ കുറഞ്ഞു വരും. അത് ദേവി ഉപയോഗിക്കുന്നത് പ്രകാരം അത് കുറഞ്ഞു വരുന്നതിനെയാണ് ക്ഷയം എന്ന് പറയുന്നത്. ചന്ദ്രക്കല കുറഞ്ഞു വരും. അതിൽ അപ്പോൾ ബ്രഹ്മദേവൻ ആവശ്യത്തിന് ഈ വസ്തുക്കളെല്ലാം നിറച്ചു വയ്ക്കും, ദേവിയെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട്. അതുകൊണ്ട് ആ ചെപ്പ് മരതക കരണ്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് 3 തരത്തിൽ പറയും: മരകതം, മരതകം, മകരതം. മകരതം എന്നാൽ മകര മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ കല്ല്, രത്നക്കല്ല്, പച്ച നിറമുള്ള ഈ രത്നക്കല്ലുണ്ടായത് എന്നൊരു സങ്കല്പമുണ്ട്. എമറാൾഡ് എന്ന് പറയുന്ന രത്നക്കല്ല് അത് മകര മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. മരതകം എന്ന് മലയാളത്തിൽ പറയും. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ പറയുന്നത് മരകതമെന്നാണ്. 3നും അർത്ഥം ഒന്നായതുകൊണ്ട് 3ഉം സമ്മതം തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ 3ാമത്തെ വരിയിൽ അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിതം റിക്തകുഹരം. അധഃ ത്വദ്ഭോഗേന, ദേവി നിത്യവും ഈ ഉപഭോഗം ചെയ്യുന്നത് കൊണ്ട്, നിത്യവും ഉപയോഗിക്കുന്നത് കൊണ്ട്, ഈ കസ്തൂരിയും പനിനീരും എടുക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ കർപ്പൂരഖണ്ഡങ്ങളും എടുത്ത് അത് കാലിയാകുമ്പോൾ ബ്രഹ്മദേവൻ പ്രതിദിനം ദിവസവും ഈ മരതകച്ചെപ്പ്
അതിൻ്റെ റിക്തകുഹരം എന്നാൽ ഒഴിഞ്ഞ ഉൾഭാഗത്തോടു കൂടിയത്, ശൂന്യമായത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആ ചെപ്പ് ശൂന്യമാവുമ്പോൾ ബ്രഹ്മാവ് വീണ്ടും വീണ്ടും വിധിഹി ഭൂയോ ഭൂയോ വീണ്ടും വീണ്ടും അത് നിറച്ചു വയ്ക്കുന്നു. തവ കൃതേ നൂനം, നിശ്ചയമായും ഒരു കാര്യസ്ഥനെ പോലെ അതാത് കാര്യങ്ങൾ വൃത്തിയായും കൃത്യമായും ചെയ്യുന്നത് പോലെ ബ്രഹ്മാവ് അത് കഴിയുന്നതിന് അനുസരിച്ച് ഈ വസ്തുക്കൾ അതിൽ നിറയ്ക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ദേവി തന്നെ സ്വയം പ്രപഞ്ച നിർമ്മിതി ചെയ്ത് അതിൽ ലീലയാടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ വിഹരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് ഒരു കാര്യസ്ഥനെ പോലെ അല്ലെങ്കിൽ ഒരു കിങ്കരനെ പോലെ ഒരു ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യുന്നു. നിത്യവും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രഹ്മാവ് എന്ന് താല്പര്യം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമഃ. ജപോജൽപശില്പം സകലമഭിമുദ്രാ വിരചനാഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധിഃ. പ്രണാമസംവേശ സുഖമഖിലമാത്മാർപ്പണദൃശാ സപര്യാപര്യായസ്തവ പവതു യന്മേ വിലസിതം. ഹരി ഓം.